അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, ആദ്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദുനിയാവിലെയും ആഖിറത്തിലെയും പരിപൂർണമായ വിജയം ദീനനുസരിച്ചുള്ള ജീവിതത്തിലാണ്. ദീൻ എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളുമാണ്. അതാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ഇസ്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനായി തൃപ്തിപ്പെട്ടത് ഇസ്ലാമിനെയാണ്. അള്ളാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന വറളീതു ലക്കും അൽ ഇസ്ലാമ ദീനൻ. നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു തന്ന ദീൻ ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആകുന്ന ദീനിനെ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ ഇസ്ലാമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച കർമ്മങ്ങളുമാണ് ഇസ്ലാം. ഇസ്ലാമിനെ പൊതുവെ പണ്ഡിതന്മാർ നിർവചിക്കാറുള്ളത് അൽ ഇസ്ലാം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലി. ഇസ്ലാം എന്നാൽ തൗഹീദ് കൊണ്ടും അനുസരണ കൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങലാണ്, ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ അഹലുകാരിൽ നിന്നും വിട്ടുനിൽക്കലുമാണ് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും മാത്രമാണ് ദീൻ എന്ന് പറയുമ്പോൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിക്കാത്ത വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും ദീനല്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു വിശ്വാസകാര്യം കൊണ്ടുവന്നാൽ ആ കാര്യം റസൂലുള്ള സഹാബാക്കളെ പഠിപ്പിക്കാത്തതാണ് എങ്കിൽ അത് ദീനല്ല. ആരെങ്കിലും ഒരു അമൽ കൊണ്ടുവന്നാൽ ആ അമല് സഹാബാക്കൾക്ക് പരിചയമുള്ള അമലല്ല എങ്കിൽ അത് ദീനല്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറയും, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത വിശ്വാസകാര്യങ്ങൾ ദീനല്ല, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്തുകൾ ദീനല്ല. സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും ദീനിൽ പ്രവേശിപ്പിച്ചാൽ അതിന് പറയുന്ന പേരാണ് ബിദ്അത്ത്, അനാചാരം, പുത്തനാശയം എന്നൊക്കെ. ദീനിൽ ബിദ്അത്ത് എന്നാൽ സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത വിശ്വാസകാര്യങ്ങളാണ്, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്തുകളും ആണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്ത് എന്ത് എന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ ദീനിൽ പെടാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്.
ദീനിൽ പെടാത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ, അതാണ് ഫി അംരീന ഹാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ ഇസ്ലാമാണ്. ആ ഇസ്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളുമാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിക്കാത്ത വല്ല വിശ്വാസ കാര്യങ്ങളോ കർമ്മകാര്യങ്ങളോ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടേണ്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ആ കർമ്മം ചെയ്യാൻ നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവ റദ്ദ്, അതും തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയോ കൽപ്പനയില്ലാത്ത, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിക്കാത്ത വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും അത് തള്ളപ്പെടേണ്ടതാണ്. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. മക്കയിലെ മുശ്രിക്കുകൾ ഒരുപാട് ഇബാദത്തുകൾ അവരുടെ വക സ്വന്തം ഉണ്ടാക്കി അത് ആചരിച്ചു പോന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യം, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. അള്ളാഹു അനുവദിക്കാത്ത ഒരു കാര്യം ദീനാക്കാൻ അവർക്ക് അള്ളാഹ്ക്ക് പുറമെ മറ്റ് പങ്കാളികൾ വല്ലതുമുണ്ടോ എന്ന്. അള്ളയെ അറിയാതെ അള്ളാഹ് അനുവദിക്കാത്ത ഒരു കാര്യം ദീനാണെന്ന് പറയാൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇല്ല. ബിദ്അത്തുകൾ, അനാചാരങ്ങൾ അള്ളാഹ് അനുവദിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പുതുതായി ആരെങ്കിലും വല്ല വിശ്വാസ കാര്യങ്ങളോ കർമ്മകാര്യങ്ങളോ ഉണ്ടാക്കിയാൽ അവർക്ക് ഓതിക്കൊടുക്കാനുള്ള ആയത്തും കൂടിയാണ് ഇത്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. അള്ളാഹ് അനുവദിക്കാത്തൊരു കാര്യം ദീനാക്കാൻ അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്ക് മറ്റു വല്ല പങ്കാളികളും ഉണ്ടോ എന്നാണ്. ഈ വക ആയാത്തുകളുടെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ബിദ്അത്ത് എന്താണ് എന്ന് നിർവചിച്ചു തന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, അന്നൽ ബിദ്അത ഫിദ്ദീനി ഹിയ മാ ലം യശ്റഉഹുല്ലാഹ്. അള്ളാഹു ശറാക്കാത്ത കാര്യങ്ങൾക്കാണ് ദീനിൽ ബിദ്അത്ത് എന്ന് പറയുക. അള്ളാഹു ശറാക്കാത്തത് എന്ന് പറഞ്ഞാൽ വഹുവ മാ ലം യഅ്മുർ ബിഹി അംറ ഈജാബിൻ വലസ്തിഹ്ബാബിൻ. അള്ളാഹ് ശറാക്കാത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധമായി കൽപ്പിക്കാത്തതും മുസ്തഹബായി കൽപ്പിക്കാത്തതുമായ കാര്യങ്ങൾ. ദീനിൽ ചെയ്യേണ്ട അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒന്നുകിൽ വാജിബായിരിക്കും, അല്ലെങ്കിൽ മുസ്തഹബായിരിക്കും, സുന്നത്തായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വാജിബാണ് എങ്കിൽ അത് അള്ളാഹ് കൽപ്പിക്കണം. ഏതെങ്കിലും ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ അതും അള്ളാഹു കൽപ്പിക്കണം. അപ്പോൾ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും വാജിബോ സുന്നത്തോ ആക്കാത്ത ഒരു കാര്യം ദീനിൽ ചേർക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തിനെ നിർവചിച്ചതാണ്. ഇതേപോലെ തന്നെ ഹാഫിദ് അൽ ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തിനെ നിർവചിച്ചിട്ട് പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ദീനിൽ അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങളെ ശറഅക്കലാണ്. മാനൽ ബിദ്അത്തി ഹുവ ശർഉ മാ ലം യഅ്ദൻ ബിഹില്ലാ. അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങൾ ശറഅക്കലാണ് ബിദ്അത്ത്. അള്ളാഹു കൽപ്പിക്കാത്ത കാര്യങ്ങൾ, അള്ളാഹു അനുവദിക്കാത്ത കാര്യങ്ങൾ ശറഅക്കലാണ്. വമാ കാന അലൈഹി വമാ ലം യകുൻ അലൈഹി അംറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ സഹാബിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബാക്കളുടെയോ കൽപ്പനയില്ലാത്ത കാര്യങ്ങൾ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ സഹാബാക്കളോ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലിഹാദ ഫസ്സറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബിദ്അത ബിഖൗലിഹി കുല്ലു അമലിൻ ലൈസ അലൈഹി അംറുനാ. നമ്മൾ കൽപ്പിക്കാത്ത സകല കാര്യങ്ങളും അതാണ് ബിദ്അത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നു. അപ്പോൾ ബിദ്അത്ത് ഉണ്ടാകുക വിശ്വാസ കാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലുമാണ്. ഒന്നും കൂടെ വ്യക്തമായി ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തിനെ നിർവചിച്ചിട്ട് പറഞ്ഞു, അൽ ബിദ്അത്തു ലുഗതൻ അശ്ശൈഉൽ മുസ്തഹ്ദസ്. ബിദ്അത്ത് എന്ന് ഭാഷാപരമായി പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് പറയുക. വസ്തിലാഹൻ, ദീനിന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്നാൽ
മാ ഉഹ്ദിസ ഫിദ്ദീനി അലാ ഖിലാഫി മാ കാന അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നിലകൊണ്ട പാതക്കെതിരായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. മിൻ അഖീദത്തിൻ ഔ അമലിൻ, വിശ്വാസകാര്യങ്ങളോ കർമ്മകാര്യങ്ങളോ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നിലകൊള്ളാത്ത വിശ്വാസകാര്യങ്ങളോ കർമ്മകാര്യങ്ങളോ ദീനിൽ ഉണ്ടാക്കുന്നതിനാണ് പറയുക എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഇതാണ് ബിദ്അത്ത്. അപ്പോൾ സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ, വിശ്വാസകാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ഈ പണ്ഡിതന്മാരുടെ നിർവചനത്തിലൂടെ ബിദ്അത്തിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ബിദ്അത്തുൻ ഫിൽ ഇഅ്തിഖാദ്, വിശ്വാസത്തിലുള്ള ബിദ്അത്ത്. രണ്ടാമത്തേത് ബിദ്അത്തുൻ ഫിൽ അമൽ, കർമ്മങ്ങളിലുള്ള ബിദ്അത്ത്. ബിദ്അത്തുൻ ഇഅ്തിഖാദിയ്യ, ബിദ്അത്തുൻ അമലിയ്യ. ഈ രണ്ട് കാര്യങ്ങളിലാണ് ബിദ്അത്ത് ഉണ്ടാകുക. ബിദ്അത്തുൻ ഇഅ്തിഖാദിയ്യ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ ബിദ്അത്ത്. ബിദ്അത്തുൻ അമലിയ്യ എന്ന് പറഞ്ഞാൽ കർമ്മപരമായ ബിദ്അത്ത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഈ ഉമ്മത്തിൽ ഉണ്ടായ ബിദ്അഈ പ്രസ്ഥാനങ്ങളെയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവർ ഒന്നുകിൽ അഖീദയിൽ പേച്ചവരായിരിക്കും, അല്ലെങ്കിൽ ഇബാദത്തിൽ പേച്ചവരായിരിക്കും. പുതിയ അഖീദ കൊണ്ടുവന്നവരായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഇബാദത്ത് കൊണ്ടുവന്നവരായിരിക്കും. പുതിയ അഖീദ എന്ന് പറഞ്ഞാൽ സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ കൊണ്ടുവന്നവരായിരിക്കും. സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്തുകൾ, അമലുകൾ കൊണ്ടുവന്നവരായിരിക്കും. ബിദൈകൾ എന്ന് പറഞ്ഞാൽ ആയത്തോ ഹദീസോ ഇല്ലാത്തവർ എന്നല്ല. നമ്മളെങ്ങനെയാണ് ബിദൈകൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ബിദൈകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വാദത്തിന് ആയത്തുണ്ടാവില്ല, ഹദീസും ഉണ്ടാവില്ല. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ വാദത്തിന് ആയത്തുണ്ടാവും, ഹദീസും ഉണ്ടാവും. ഒരർത്ഥത്തിൽ ആ വാചകം ശരിയാണ്. എന്നാൽ അങ്ങനെയല്ല ബിദഅത്തിനെ നിർവചിക്കേണ്ടത്. ബിദൈകൾക്കും ആയത്തും ഹദീസും ഉണ്ട്. ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും അവരുടെ വാദങ്ങൾക്ക് ആയത്തും ഹദീസും ഉണ്ടാകും. എന്നാലേ ഇസ്ലാമിക പ്രസ്ഥാനമായി അതിനെ പരിഗണിക്കപ്പെടുള്ളൂ. ഖുർആനെയും ഹദീസിനെയും പ്രമാണമായി സ്വീകരിക്കാത്ത ഒരു വിഭാഗത്തെ ദീനി സംഘടനയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് പറയോ? ഒരിക്കലും പറയില്ല. അവർക്കൊക്കെ ആയത്തുണ്ടാകും. അവർ ഏത് ആശയം കൊണ്ടുവരുന്നുവോ അതിനൊക്കെ അവർ അതിന് തെളിവായി ആയത്തും ഹദീസും കൊണ്ടുവരും. പിന്നെ എപ്പോഴാണ് അവർ ബിദൈകളാകുന്നത്? ആ ആയത്തോതി അല്ലെങ്കിൽ ആ ഹദീസോതി അവർ പറഞ്ഞ അഖീദ അല്ലെങ്കിൽ അമൽ സഹാബാക്കൾ മനസ്സിലാക്കാത്തതാണ്. അതുകൊണ്ടാണ് അത് ബിദൈകളായത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനും ഹദീസും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം, താബീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം, തബൂ താബീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. സലഫുകൾ എങ്ങനെയാണോ ഖുർആനും ഹദീസും മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണം. അതിനാണ് മൻഹജു സലഫ് എന്ന് പറയുക. ഖുർആനെയും ഹദീസിനെയും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നതിനാണ് മൻഹജു സലഫ് എന്ന് പറയുക. അതൊരു ആദർശമാണ്, അതൊരു നിലപാടാണ്. അവിടെ ആയത്തും ഹദീസും ഇല്ലാത്തത് കൊണ്ടല്ല ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ആയത്തിനെയും ഹദീസിനെയും സഹാബാക്കൾ മനസ്സിലാക്കാത്തതുപോലെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ഏത് ബിദഈ പ്രസ്ഥാനത്തെ എടുത്തു നോക്കിയാലും അവരുടെ അഖീദ കാര്യങ്ങൾക്ക് അഖീദയിൽ പേച്ച വിഭാഗങ്ങളാണ് എങ്കിൽ, ഉദാഹരണത്തിന് ഖവാരിജുകൾ, മുഅ്തസിലികൾ, ജഹ്മികൾ, ഷീകൾ പോലുള്ളവർ, റാഫിദികൾ, അശ്അരികൾ, അവരൊക്കെ അവരുടെ അഖീദപരമായ കാര്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ആയത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും, ഹദീസ് കൊണ്ടുവരാൻ ശ്രമിക്കും. എന്നാൽ ആ ആയത്തിനെ ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ അവർ വഷളാകും. അപ്പോൾ ആയത്തും ഹദീസും ഇല്ലാത്തത് കൊണ്ടല്ല ഇവർ ബിദഈകളായത്, സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ദീനല്ല, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്തും ദീനല്ല. ദീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച അഖീദകളും സഹാബാക്കളെ പഠിപ്പിച്ച കർമ്മങ്ങളുമാണ് എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ദീനിൽ പുതുതായി ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നതിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
വരും കാലത്ത് പുതിയ പുതിയ ചിന്താഗതിക്കാർ രംഗത്ത് വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. യഹൂദികൾ 71 വിഭാഗമായിട്ടുണ്ട്. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗമായിട്ടുണ്ട്. വസതഫ്തരികു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. എൻ്റെ ഈ ഉമ്മത്ത് 73 വിഭാഗമാകും. എൻ്റെ ഈ ഉമ്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുസ്ലിമീങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് 2 തരക്കാരാണ്. ഒന്ന് ഉമ്മത്തു ഇജാബ, 2 ഉമ്മത്തു ദഅവ. ഉമ്മത്തു ഇജാബ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ചവർ, മുസ്ലിമായവർ. ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിക്കാത്ത കാഫിറുകൾ, അവർ ദഅവത്ത് ചെയ്യേണ്ട ആൾക്കാരാണ്. ഉമ്മത്തു ദഅവ. ഇവിടെ വസതഫ്തരികു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് 73 വിഭാഗമാകുമെന്ന് പറഞ്ഞ ഉമ്മത്തു ഇജാബയാണ്, ഉമ്മത്തു ദഅവയല്ല. മുസ്ലിമീങ്ങളാണ് 73 വിഭാഗങ്ങളാകുക. അപ്പോൾ 73 വിഭാഗത്തിൽ ആരുണ്ടാവില്ല? കാഫിറുകളും മുശ്രിക്കുകളും ഉണ്ടാവില്ല. അവർ ഓൾറെഡി നരകത്തിലാണ്, അവർ ഇസ്ലാമിൻ്റെ പുറത്താണ്. 73 വിഭാഗമാകുക ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ്, മുസ്ലിമീങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു ടീം ഒഴികെ. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, മൻഹിയ യാ റസൂലല്ലാഹ്, ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു വിഭാഗം ഏതാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു പാതയിലാണോ ആ പാതയിലുള്ളവർ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഏതൊരു പാതയിലാണോ ആ പാതയിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടുള്ള ഉദ്ദേശം അവരുടെ ഉസൂലുകളും മൻഹജുകളുമാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി. മറ്റ് 72 വിഭാഗവും കാഫറുകളാണ്, കാലാകാലം നരകത്തിലാണ് എന്നല്ല, അവരുടെ ഉസൂലുകളും മൻഹജുകളും നരകത്തിലേക്കുള്ളതാണ് എന്നർത്ഥം. അവർ ബിദൈകളാണ്, കാഫറുകളല്ല. ബിദൈകൾ കാലാകാലം നരകത്തിലല്ല. പിന്നെ എന്തിനാണ് കുല്ലുഹും ഫിന്നാർ എന്ന് റസൂൽ പറഞ്ഞത്? അത് താക്കീതാണ്, അവരുടെ കൂടെ കൂടരുത്. അവർ ബിദ്അത്തിൻ്റെയും പുത്തനാശയത്തിൻ്റെയും ആൾക്കാരാണ്, അവരുടെ വഴി നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറിയാൽ മുവഹിദുകളായ സഹാബാക്കളെ നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട്, അമ്മാ ബാദ് ഫൈന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വ ഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംദിനും സലാത്തിനും സലാമിനും ശേഷം ഫൈന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. വ ഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങൾ വെച്ച് ഏറ്റവും മോശമായത് പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തുകൾ വഴികേടാണ്. എല്ലാ വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ നോക്കിയിട്ട് പറയുന്ന വാചകങ്ങളാണ്, നിങ്ങൾ പുത്തനാശയത്തെ സൂക്ഷിക്കണമെന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സഹാബാക്കൾക്ക് ഒരു സുബ്ഹി നമസ്കാരത്തിന് ശേഷം നസീഹത്ത് കൊടുത്തു. അബൂ നജീഹ് അൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു ആ നസീഹത്തിനെ സംബന്ധിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഅലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലീഗ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാരസമ്പൂർണമായ ഒരു ഉപദേശം നൽകി. വജിലത് മിൻഹൽ ഖുലൂബ് വററഫത് മിൻഹൽ ഉയൂൻ, ആ സാരസമ്പൂർണമായ ഉപദേശം കേട്ടിട്ട് നമ്മുടെ ഹൃദയങ്ങളെല്ലാം പിടഞ്ഞുപോയി, നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി.
അങ്ങനെയുള്ളൊരു നസീഹത്തായിരുന്നു അത്. ആ നസീഹത്ത് കേട്ടിട്ട് കൂട്ടത്തിലുള്ള ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇലതു മുവദ്ദിഇൻ ഫഔസിനാ. ഓ പ്രവാചകരെ, അങ്ങയുടെ ഈ പ്രസംഗം കേട്ടിട്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ സംസാരം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് വസിയത്ത് തരണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് 3 വസിയത്തുകൾ നൽകി. ആ വസിയത്തിന് പറയുന്ന പേരാണ് ഉസൂലു സലഫിയ, സലഫിയത്തിൻ്റെ 3 അസ്ലുകൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം സഹാബാക്കളെ ദഅവത്ത് ചെയ്ത 3 കാര്യങ്ങൾ, സഹാബാക്കളെ പഠിപ്പിച്ച 3 കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 കാര്യങ്ങളിലേക്കാണ് ദഅവത്ത് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഊസിക്കും ബി തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. തഖ്വ എന്താണ്? തൗഹീദാണ്. അപ്പോൾ ഒന്നാമത്തെ റസൂലുള്ളാഹിന്റെ ദഅവത്ത് എന്താണ്? തൗഹീദിലേക്കായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഷിർക്ക്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്തു, ഷിർക്കിനെതിരെ ദഅവത്ത് ചെയ്തു. രണ്ടാമത്തത് വസ്സംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ. ഒരു നീഗ്രോ വംശജനാണ് നിങ്ങളുടെ അമീറെങ്കിലും നിങ്ങൾ ആ അമീറിനെ, ആ ഭരണാധികാരിയെ കേൾക്കണം, അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി ദഅവത്ത് ചെയ്തത് ഐക്യത്തിലേക്കാണ്. ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഐക്യത്തിൽ നിങ്ങൾ കഴിഞ്ഞുകൂടണം, ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ പാടില്ല. വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യഈശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും, വ്യത്യസ്ത അഭിപ്രായ ഭിന്നതകൾ കാണും. വിശ്വാസകാര്യങ്ങളിൽ കാണും, കർമ്മകാര്യങ്ങളിൽ കാണും, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾ കാണും. പുതിയ പുതിയ ആശയങ്ങൾ രംഗത്ത് വരും. അപ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി അല്ലു അലൈഹാ ബിന്നവാജിദ് വതമസ്സകൂ ബിഹാ. അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, സച്ചരിതരായ എൻ്റെ ഖുലഫാഉ റാഷിദുകളായ സഹാബാക്കളുടെ ചര്യ മുറുകെ പിടിക്കണം, നിങ്ങൾ അണപ്പല്ല് കൊണ്ടത് കടിച്ചു പിടിക്കണം, അതിന് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. നിങ്ങൾ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ലലാല വകുല്ല ലലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ലലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി ദഅവത്ത് ചെയ്തത് സുന്നത്തിലേക്കും ബിദ്അത്തിനെതിരെയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ഈ 3 കാര്യങ്ങളിലേക്കാണ്. തൗഹീദിലേക്ക് ഷിർക്കിനെതിരെ, സുന്നത്തിലേക്ക് ബിദ്അത്തിനെതിരെ, ഐക്യത്തിന് വേണ്ടിയും. മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പുതിയ കാര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എല്ലാ ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന പുതിയ കാര്യങ്ങളും ബിദ്അത്താണത്, ലലാലത്താണത്, നരകത്തിലാണ്, നരകത്തിലേക്കുള്ള വഴിയാണത്. അത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിനെ സംബന്ധിച്ച് സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മദീനതു ഹറമുൻ മാ ബൈന ഐരിൻ ഇലാ സൗർ. മദീന ഐർ സൗർ എന്ന 2 പർവ്വതങ്ങൾക്കിടയിൽ പവിത്രമാണ്. മദീനയുടെ 2 അറ്റത്തുള്ള 2 പർവ്വതങ്ങളാണ്, മലയാണ് ഐറും സൗറും. സൗർ പർവ്വതം, ഐർ പർവ്വതം, ഈ 2 പർവ്വതങ്ങൾക്കിടയിലാണ് മദീനയുള്ളത്. ഈ ഇടയിലുള്ള മദീന ഹറമാണ്, പവിത്രമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീഹാ ഹദസൻ. ആരെങ്കിലും മദീനയിൽ പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ ആരെങ്കിലും അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ മലക്കുകളുടെയും സർവ്വ ജനങ്ങളുടെയും ശാപമുണ്ടാകുന്നതാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫ.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിൽ നിന്നും അവൻ്റെ ഫർള് കർമ്മങ്ങളോ സുന്നത്ത് കർമ്മങ്ങളോ സ്വീകരിക്കുകയില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ അഹ്ദസ ഫീഹാ ഹദസൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ആരെങ്കിലും മദീനയിൽ ബിദ്അത്ത് ഉണ്ടാക്കിയാൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരെങ്കിലും മദീനയിൽ ഫിത്ന ഉണ്ടാക്കിയാൽ, മുസ്ലിങ്ങൾക്കിടയിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന, കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഫിത്ന ആരെങ്കിലും ഉണ്ടാക്കിയാൽ. രണ്ടാമത്തേത്, ദീനിൽ പുതുതായി വല്ലതും കൂട്ടിച്ചേർത്താൽ. രണ്ടാമത്തെ റസൂൽ പറഞ്ഞു, ഔ ആവാ മുഹദിസൻ, മുഹദിസിന് ആരെങ്കിലും അഭയം നൽകിയാൽ. മുഹദിസ് കൊണ്ട് ഉദ്ദേശം ബിദഈ, പുത്തനാശയക്കാരൻ. ഇതുകൊണ്ടുള്ള ഉദ്ദേശം രണ്ടുപേരാണ്. ഒന്ന്, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന പുത്തനാശയക്കാരൻ. രണ്ട്, കുറ്റവാളി. കുറ്റവാളിക്ക് ഹദ് നടപ്പാക്കണം. അവൻ ഹദ് നടപ്പാക്കുന്ന വിഷയത്തിൽ ഒളിച്ചോടിയിട്ട് ഒരാളോട് എനിക്ക് അഭയം തരണം എന്ന് പറഞ്ഞാൽ അഭയം കൊടുക്കരുത്, അവൻ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. രണ്ടാമത്തേത് ബിദഈ പുത്തനാശയക്കാരൻ, അവനും അഭയം നൽകരുത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മഹത്വം പറഞ്ഞതാണ്. ഉലമാക്കൾ പറയുന്നത് ഒരുപാട് ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂഫയിൽ നിന്ന്, ഷാമില്, ബസറയിലൊക്കെ. മദീനയിൽ ഒരു ബിദഅത്ത് ഉണ്ടായിട്ടില്ല. മക്കയിൽ നിന്നും മദീനയിൽ നിന്നും പുത്തനാശയക്കാരുണ്ടായിട്ടേ ഇല്ല. ഉണ്ടായതൊക്കെ കൂഫയിൽ, ബസറയിൽ, ഷാമിൽ, അവിടെ നിന്നൊക്കെയാണ്. മദീനയിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഇത്ര ഗൗരവമുള്ള വിഷയം നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തിന്റെ ഗൗരവമാണ് ഈ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരാകണം. രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഹുദ, രണ്ട് ഹവ. ഈ രണ്ടാലൊരു വഴിയെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ മുതാബഅത്തുൽ ഹുദ, രണ്ട് മുതാബഅത്തുൽ ഹവ. മുതാബഅത്തുൽ ഹുദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളുമാണ്. മുതാബഅത്തുൽ ഹവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങൾക്കും കർമ്മകാര്യങ്ങൾക്കും എതിരായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രണ്ട് വഴികളും നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറക ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ ചൊവ്വായ വഴി, നേരായ വഴി. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം. അള്ളാന്റെ കൽപ്പന. അള്ളാഹു നേരായ വഴി പറഞ്ഞിട്ട് പറയാണ്, ഇതാണ് എൻ്റെ നേരായ വഴി. ഫത്തബിഊഹു, നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യണം. വലാ തത്തബിഉ അസ്സുബുൽ, മറ്റ് മാർഗങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. അള്ളാന്റെ നിരോധനം. വലാ തത്തബിഉ അസ്സുബുൽ. അസ്സുബുൽ എന്നതുകൊണ്ട് ഉദ്ദേശം അത് ബിദ്അത്താണ് എന്ന് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. താബിഈ പണ്ഡിതനാണ്, മുഫസ്സിറാണ്. അദ്ദേഹം അസ്സുബുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദ്അത്താണ്, ബിദഈകളാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി, ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അസ്സുബുൽ കൊണ്ടുള്ള ഉദ്ദേശം ബിദഈകളും ദേഹേച്ഛക്കാരുടെയും വഴികളാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ട് വഴികൾ. ഒന്ന് അള്ളാഹുവിൻ്റെ വഴി, അതൊന്നാണ്, അത് ഫത്തബിഊഹു. മറ്റു വഴികൾ വലാ തത്തബിഉ അസ്സുബുൽ, മറ്റു വഴികളെ നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്ന്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. അത് പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ഈ സംസാരത്തിലൂടെ പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. ഇപ്രകാരമാണ് നാം നമ്മുടെ ആയാത്തുകളെ വിശദീകരിക്കുന്നത്, വ്യക്തമാക്കി തരുന്നത്. വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, മുജ്രിമുകളുടെ പാത വ്യക്തമാകാൻ വേണ്ടിയെന്ന്. ഇവിടെ മുജ്രിമുകൾ, കുറ്റവാളികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദഈകളാണ്, ലലാലത്തിന്റെ ആൾക്കാരാണ്, ബാത്തിലിന്റെ ആൾക്കാരെയാണ്. ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വകദാലിക നുഫസ്സിലുൽ ആയാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വിട്ടു, പറഞ്ഞില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, മുജ്രിമുകളുടെ പാത വ്യക്തമാകാൻ വേണ്ടി എന്ന്. അപ്പോൾ ഒരു ഭാഗം അവിടെ ഉണ്ട്. എന്താണത്? നിങ്ങൾ ശരിയായ പാത
മുഅ്മിനുകളുടെ പാത മനസ്സിലാക്കാൻ വേണ്ടിയും മുജ്രിമുകളുടെ പാത മനസ്സിലാക്കാൻ വേണ്ടിയും എന്ന്. അള്ളാഹു മുജ്രിമുകളുടെ പാത മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് എന്തിനാണ്? ഉലമാക്കൾ പറഞ്ഞു, ബാത്തിലിൻ്റെയും ബിദ്അത്തിൻ്റെയും ആൾക്കാരുടെ വഴി വ്യക്തമായാൽ മുഅ്മിനുകളുടെ പാത എല്ലാവർക്കും ബോധ്യമാകുന്നതാണ് എന്ന്. അള്ളാഹ് എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ ബാത്തിലിൻ്റെയും ബിദ്അത്തിൻ്റെയും ആൾക്കാരുടെ പാത നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഹക്കിൻ്റെ ആൾക്കാരുടെ കൂടെ, സത്യത്തിൻ്റെ ആൾക്കാരുടെ കൂടെ കൂടുകയും ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഓ ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, സാദിഖുകളുടെ കൂടെ കൂടുകയും ചെയ്യണം. ആരാണ് സാദിഖുകൾ? സഹാബാക്കളുടെ അഖീദയിലുള്ളവരാണ് സാദിഖുകൾ. സഹാബാക്കൾ പഠിപ്പിച്ചു തന്ന അമലുകളിലുള്ളവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും പുലർത്തുന്നവർക്കാണ് സാദിഖുകൾ എന്ന് പറയുക. അവരുടെ കൂടെയാണ് കൂടേണ്ടത്. കൂനു മഅസ്സാദിഖീൻ. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം, നിങ്ങൾ ശൈത്താന്റെ പാത ഫോളോ ചെയ്യരുത് എന്ന്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഖത്ത. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ ഒരു വര വരച്ചു. സുമ്മ ഖാല ഹാദാ സബീലുല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെ വഴി. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വരച്ച വരയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ധാരാളം വരകൾ വരച്ചു. സുമ്മ ഖാല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദിഹി സുബുലുൻ. ഇതാണ് ആ സുബുൽ. ചിലർ പൊടിൽ ആദിഹി അസ്സുബുൽ. ഇതാണ് ആ മാർഗം. ഏത് മാർഗം? അള്ളാഹു പറഞ്ഞ വലാ തത്തബിഉ അസ്സുബുൽ, നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞ ആ മാർഗങ്ങളാണ് ഈ മാർഗങ്ങൾ. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി. ഈ മാർഗങ്ങളിലെ ഓരോ മാർഗത്തിൻ്റെയും മുമ്പിൽ അതിലേക്ക് ക്ഷണിക്കുന്ന ശൈത്താന്മാർ നിലകൊള്ളുന്നുണ്ട്, അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്ന്. അതായത് ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാർ, ബിദ്അത്തിന്റെ ദായിമാർ, ഓരോ ബിദ്അത്തിൻ്റെയും ആൾക്കാർ അവരുടെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, ബാത്തിലിൻ്റെ ആൾക്കാർ അവരുടെ ബാത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിലകൊള്ളുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി. സൂറത്ത് അൻആമിലെ നമ്മൾ നേരത്തെ ഓതിയ ആയത്ത്. അല്ലാഹ് പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ അസ്സുബുൽ ഫതഫറക ബികും അൻ സബീലി. നിങ്ങൾ ഈ ബിദഈ പ്രസ്ഥാനങ്ങളെ, ബാത്തിലിൻ്റെ ആൾക്കാരെ ഫോളോ ചെയ്താൽ അവർ നിങ്ങളെ വഴിപിഴപ്പിച്ച് കളയും. ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വസിയ്യത്താണ്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്ത് എന്നത്. ബിദ്അത്തിന്റെ ഗൗരവം ഉണർത്തുന്ന പണ്ഡിതന്മാരുടെ വചനങ്ങൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. ഫുലൈൽ ഇബ്നുൽ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ വഖറ സാഹിബ ബിദ്അ. ആരെങ്കിലും ബിദ്അത്തിന്റെ ആളെ ബഹുമാനിച്ചാൽ, ഒരു ബിദ്അയെ ബഹുമാനിച്ചാൽ, ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ചവനാണ് എന്ന്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ ജാലസ സാഹിബ ബിദ്അ. ആരെങ്കിലും ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ കൂടെ ഇരുന്നാൽ, ലം യസ്ലം മിൻ ഇഹ്ദാ സലാത്ത്, മൂന്നാൽ ഒരു കാര്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുകയില്ല. ബിദ്അയുടെ കൂടെ ഇരുന്നാൽ, സഹവസിച്ചാൽ, മൂന്നാൽ ഒരു കാര്യം അവന് ബാധിക്കുന്നതാണ് എന്ന്. ഒന്നുകിൽ അവൻ മറ്റുള്ളവർക്ക് ഫിത്നയായി മാറും. കാരണം അവനെ കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യും? ആ ബിദ്അയുടെ കൂടെ കൂടാൻ കാരണമായി തീരും. അവൻ മറ്റുള്ളവർക്കുള്ള ഫിത്നയായി മാറും. രണ്ടാമത്തേത്, ആ ബിദ്അയുടെ കൂടെ കൂടി അവന്റെ ജീവിതത്തിൽ ബിദ്അത്ത് ബാധിക്കുകയും അങ്ങനെ അവൻ ബിദ്അത്ത് ചെയ്യുന്നവനായി മാറുകയും അക്കാരണത്താൽ അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന്. ബിദ്അത്ത് നരകത്തിലേക്കാണ്. ബിദ്അത്ത് ചെയ്ത് നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അവൻ ഇങ്ങനെ പറയും, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവർ പറയുന്ന ബിദ്അത്തുകളൊന്നും ഞാൻ കാര്യമാക്കാറില്ല, എൻ്റെ വിഷയത്തിൽ ഞാൻ ഉറപ്പുള്ള ആളാണ്, അവരുടെ ബിദ്അത്തൊന്നും എനിക്ക് ബാധിക്കുകയില്ല എന്ന്. ആരെങ്കിലും തനിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കുകയില്ല എന്ന വിഷയത്തിൽ നിർഭയനായാൽ അവനിൽ നിന്നും അള്ളാഹു അവൻ്റെ ദീനിനെ എടുത്തു കളയുന്നതാണ് എന്ന്. ഞാൻ നിർഭയനാണ്, എനിക്ക് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ എൻ്റെ ദീനിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് ബിദ്അകളുടെ കൂടെ കൂടിയെന്നും കൊണ്ട് ഞാൻ എന്താവില്ല, ബിദ്അയിന്നാവും ചെയ്യില്ല. ലാ ഉബാലി മാ തകല്ലമു, അവർ സംസാരിക്കുന്നത് ഞാൻ കാര്യമാക്കുകയും ചെയ്യില്ല,
എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തിൽ നിർഭയത്വം കൊള്ളുന്നവൻ അവൻ്റെ ദീൻ അള്ളാഹു എടുത്ത് കളയുമെന്ന്. ഈ മൂന്നാലൊന്നിൽ അവൻ രക്ഷപ്പെടൂല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ ശിർക്കല്ലാത്ത മറ്റു പാപങ്ങളെല്ലാം ചെയ്ത് കണ്ടുമുട്ടലാണ് ബിദഈയായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ഉത്തമം എന്ന്. ഒരാൾ എല്ലാ പാപകർമ്മങ്ങളും ശിർക്കല്ലാത്ത മറ്റു സകല പാപകർമ്മങ്ങളും ചെയ്ത് അള്ളാഹിനെ കണ്ടുമുട്ടലാണ് ബിദഈയായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ഉത്തമം എന്ന്. അത്ര ഗൗരവമുണ്ട് ബിദഅത്ത് എന്ന്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നീ ലാ തുഷാവിർ സാഹിബ ബിദ്അ, ബിദ്അത്തിന്റെ അഹ്ലുകാരോട് നീ ശൂറ കൂടരുത്, അഭിപ്രായം ചോദിക്കരുത്. നീ നിന്റെ യാത്രയിൽ കൂട്ടുകാരനായി കൂട്ടുകയും ചെയ്യരുത്. ഇത്ര ഗൗരവത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞത്? അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ബിദഅത്തിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. ആരെങ്കിലും പ്രവാചകനെതിരായാൽ അവന് ഹുദ ബോധ്യമായതിനു ശേഷം, വമൻ യുശാഖിഖിർ റസൂൽ ഐ മൻ യുഖാലിഫർ റസൂൽ, റസൂലുള്ളാഹിക്ക് എതിരാകാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിശ്വാസ കാര്യങ്ങൾക്കും കർമ്മകാര്യങ്ങൾക്കും എതിരായാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത ഫോളോ ചെയ്യുകയും ചെയ്താൽ. മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത ഏതാണ്? ആരാണ് മുഅ്മിനീങ്ങൾ? മുഅ്മിനീങ്ങൾ സഹാബാക്കളാണ്. ആദ്യത്തെ മുഅ്മിനുകൾ സഹാബാക്കളാണ്. അപ്പൊ സഹാബാക്കളുടേതല്ലാത്ത പാത ഫോളോ ചെയ്യുകയും ചെയ്താൽ, അപ്പൊ സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ആരെങ്കിലും ഫോളോ ചെയ്താൽ, സഹാബാക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ആരെങ്കിലും ഫോളോ ചെയ്താൽ, അല്ലാഹ് എന്താ പറഞ്ഞത്? നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുകയും നരകത്തിലിട്ട് നാം അവനെ കരിച്ചു കളയുകയും ചെയ്യും. നരകം വളരെ മോശമായ മടക്കസ്ഥാനമാണ് എന്ന്. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ വഴി, സഹാബാക്കളുടെ വഴി എന്ന് പറഞ്ഞാൽ തരീഖുഹും ഫി അഖായിദിഹിം വ അഅമാലിഹിം, അവരുടെ വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളുമാണ് എന്ന്. അപ്പോൾ വിശ്വാസകാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും ആരെങ്കിലും സഹാബാക്കൾക്കെതിരായാൽ, മുഅ്മിനീങ്ങൾക്കെതിരായാൽ അവൻ നരകത്തിലേക്കാണ് അവൻ അള്ളാഹു കൊണ്ടുപോവുക എന്ന്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ് അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരി ഇന്നകും ഇദൻ മിസ്ലുഹും. അള്ളാഹുവിന്റെ ആയാത്തുകൾ കളവാക്കപ്പെടുന്നതായോ കളിയാക്കപ്പെടുന്നതായോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. അള്ളാഹുവിന്റെ ആയാത്തുകളെ, ദീനിനെ ആരെങ്കിലും കളവാക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നതായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്. ഫലാ തഖഉദു മഅഹും, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. അവർ മറ്റു ദുനിയവിയായ വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് വരെ നിങ്ങൾ ഇരുന്നാൽ ഇന്നകും ഇദൻ മിസ്ലുഹും, നിങ്ങൾ അവരെ പോലെ വിധേയികളാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിൽ വ്യക്തമായ ദലീലുണ്ട്, വിധേയികളുടെ കൂടെ ഇരിക്കാൻ പാടില്ല, അവർ ഏത് വിധേയികളാകട്ടെ. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്ത് ബിദഈകളും പ്രവേശിക്കുന്നതാണ്. ഫലാ തഖഉദു മഅഹും എന്ന് പറഞ്ഞാൽ ബിദഈകൾ ഏത് വിഭാഗക്കാരാകട്ടെ അവരുടെ കൂടെ ഇരിക്കരുത് എന്നും ഈ ആയത്തിൽ നിന്നും കിട്ടുന്നുണ്ട് എന്ന്. അപ്പൊ ബിദഈകളുടെ കൂടെ ഇരിക്കരുത് ആരാ പറഞ്ഞത്? അള്ളാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത്ര ഗൗരവത്തിൽ, കാർക്കശ്യത്തിൽ ബിദഈകളുടെ കൂടെ ഇരിക്കരുത്, കൂടരുത് എന്ന് നമുക്ക് താക്കീത് നൽകിയത്. നമ്മുടെ സമയമായി. ബിദഈകൾ ആരാണ്, ഏതൊക്കെയാണ് ബിദഅത്തിന്റെ ആൾക്കാർ എന്നൊക്കെ വിശദമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ആദ്യകാലത്തുണ്ടായ ബിദഈകൾ, ബിദഈ പ്രസ്ഥാനങ്ങൾ, അവരുടെ ഉസൂലുകൾ എന്താണ്, അവരുടെ അതേ അച്ചിൽ പോകുന്ന ഇന്നത്തെ ബിദഈ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ ഉസൂലുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടും നമുക്ക് ബോധമുണ്ടാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ മറ്റൊരവസരത്തിൽ ആ വക കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.